നല്ല മർക്കസിൽ പരിപാടിയായിരുന്നല്ലോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൗലിദ് നല്ല കണ്ടില്ലേ? ചെറിയൊരു പരിപാടിയില്ല, ഇന്ത്യയിലെ ഏറ്റവും വലുതാണ്. എല്ലാം ഓല് ചെയ്യുന്നതൊക്കെ ഏറ്റവും വലുതായിരിക്കും ഇന്ത്യയിലടക്കം. എന്നിട്ടോ അവിടെ കാര്യമായിട്ട് പണ്ടൊക്കെ പറഞ്ഞു വന്ന ഷഹർ മുബാറക്ക് അതിൻ്റെ പ്രദർശനമായിരുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ് എന്ന് ഓൽക്ക് ഉറപ്പുണ്ടെങ്കിൽ ഓല് ചെയ്യേണ്ട എന്തായിരുന്നു? അതിനൊരു വാർത്തെങ്കിലും കൊടുക്കണ്ടേ? തുടക്കത്തിലില്ല, ഒടുക്കത്തിലില്ല. മാത്രല്ല അവിടെ പ്രസംഗിച്ച ഒരാൾ പോലും, ഒരാൾ പറഞ്ഞാൽ എണ്ണപ്പെടുന്ന ആളുകൾ, AP ഉസ്താദ് പ്രസംഗിച്ച് അങ്ങനെ പലരും, ഒരാൾ പോലും ഇന്നിവിടെ ഷഹർ മുബാറക്ക് കാണാനുള്ള അവസരമുണ്ട് എന്ന് പറയാൻ പോലും കഴിഞ്ഞില്ല. ബമ്പം പരാജയം. മൗലിദുൽ അക്ബർ എന്ന് പേരിട്ട് എല്ലാരും കൂടി ഇരുന്ന് കുറച്ച് ബുർദ പാടുമ്പോ ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാവരും സിയാറത്ത് ചെയ്ത് വരീ. എന്തിനാണെന്ന് പോലും പറയുന്നില്ല. പറയാൻ ഭയമായി പോയി. അതല്ലേ ഞങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് അതിൽ കഥല്ല, അങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിഷയം അവിടെ അല്ല. അതിൽ ഇന്നലെ AP ഉസ്താദ് ഈ ചങ്ങായിനെ ഇരുത്തിയിട്ടൊരു പ്രസംഗം നടത്തി. ബാപ്പി മോനൊക്കെ പറഞ്ഞു പോയിരുന്നതാ, നല്ല ഉഷാറുള്ള പ്രസംഗം നടത്തിയത്. അല്ല, ഈ നേരത്തെ പറഞ്ഞതിന് മുമ്പർക്ക് നമുക്ക് എന്തോന്ന് കൊടുക്കും വേണം. അതിനെ നേൽവാദിനെ ഇരുത്തിയിട്ടാ കൊടുക്കണ്. ബാപ്പയും മോനും എന്നൊക്കെ പറഞ്ഞ ചവിട്ടിയാണ് ഒഴിച്ചിട്ടിരുന്നത്. വാപ്പന്റെ അടുത്ത് തന്നെ കിട്ടിയതായാലും. ആദ്യം പേരോടൊന്ന് മോനൊന്ന് ഇടപെടാൻ പോവാണ്. മോൻ പറയുന്നത് അള്ളാഹ്ക്ക് മാത്രമുള്ള ചില സംഗതികളുണ്ട്, അതിൽ പെട്ടതാണ് ഉടമസ്ഥൻ. ഉടമസ്ഥൻ മാലിക്, ഇത് അള്ളാഹുവിന് മാത്രം ലഹുൽ മുൽക്ക്. അത് ഈ മറ്റേ ഖാലിക്ക് പറഞ്ഞാൽ തന്നെ വഹാബി ഇതൊക്കെ പണ്ടേ പറയണാണ്. വലിയ നസീർ, എന്താണ് അതിന്റെ പേര്, റഊഫ്, റഹീം, ഇതൊക്കെ വഹാബി പണ്ടേ പറയും. ഇതൊക്കെ അള്ളാഹ്ക്ക് പറഞ്ഞ ശിർക്കാറി. അതേ മോഡല് നിമിത്തം മാത്രമാണ്. അള്ളാഹിന്റെ ഔലിയാക്കൾക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊന്നും മിൽക്കില്ല എന്ന് പറയുന്ന ഭാഗം ഒന്ന് കേൾപ്പിച്ചു കൊടുക്കാം. അപ്പൊ ബാപ്പ ഉമ്മ നമ്മുടെ ജീവിതത്തിലെ നന്മയുടെ നിമിത്തമാണ്. നിമിത്തമായാൽ തന്നെ വലിയ സ്ഥാനമുണ്ട്. അല്ലാതെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. ഒരിക്കലും തന്നെ ഒരു മഹാനെയും ഒരു സുന്നത്തി വൽ ജമാഅത്ത് ഉടമസ്ഥനാണെന്ന് വിശ്വസിക്കുന്നില്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് രാവിലെയും വൈകുന്നേരവും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക്, അധികാരം മുഴുവനും അല്ലാഹുവിനാണ് പ്രഖ്യാപിക്കുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. സുന്നത്തി ജമാഅത്തിന് ശിർക്ക് ഉണ്ടാവും എന്നുള്ള പേടിയൊന്നും ഒറ്റ മുജാഹിദിനും വേണ്ട, ജമാഅത്തുകാർക്കും വേണ്ട, ഒരു പുത്തൻവാദിക്കും വേണ്ട. എന്താ പറഞ്ഞേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ഒരു മഹാനെ കുറിച്ചും ഉടമസ്ഥൻ മാലിക് എന്ന് പറയാൻ പാടില്ല. കാരണം തെളിവുണ്ട്, ലഹുൽ മുൽക്ക്, അവന് മാത്രമാണ് ഉടമസ്ഥത. സിറാജുലുദ്ദീലൊന്ന് പോയിട്ട് ഇതിൻ്റെ അറിഞ്ഞു നോക്കി, അപ്പൊ ഈ ആയത്തോന് ഓർമ്മ ഉണ്ടാവില്ല. സിറാജുദ്ദീൻ പോവുക, അള്ളാഹ്ക്ക് മാത്രമാണ് ഉടമസ്ഥാവകാശം, അവിടെ നീച്ചു പോകണമെന്ന് പറഞ്ഞു നോക്കുക. അപ്പൊ ഇങ്ങോട്ട് വരും, ഉടമസ്ഥത ഉണ്ട് അറിഞ്ഞിട്ട്. അപ്പൊ അനക്കുണ്ടോ? അവിടെ ഉണ്ടാവും. ഇത് അമ്പിയ ഔലിയാക്കന്മാരെ മിൽക്ക് അടിസ്ഥാനം, അവരെ സ്ഥാനം അത് കളയാൻ വേണ്ടി ഇയാൾ പറഞ്ഞുണ്ടാക്കിയതാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ ഏറ്റവും വലിയ നേതാവ്. ഏത് മഹാനും എന്നാ പറഞ്ഞു. ഓൽക്കൊന്നും മിൽക്കില്ല, മുൽക്കില്ല, അവർക്കൊന്നും അധികാരമില്ലാണ്ട് മാലിക് എന്ന അല്ലാത്ത ഒരാളെ കുറിച്ചും പറയാൻ പാടില്ല. എന്നാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ഇമാമീങ്ങൾ, മഹാനരായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി മഹാനവറുകൾ പാടുകയാണ് ഖസീദത്തുൻ നുഅ്മാനിയ. യാ മാലികി കുൻ ശഫീഇ ഫീ ഫാഖതി, യാ മാലികി, എന്റെ ഉടമക്കാരനായ നബിയേ, എന്റെ മാലിക്കായ ഉടമസ്ഥനായ നബിയേ. ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ, ഉടമസ്ഥനായ നബിയേ. ലഹുൽ മുൽക്ക് എന്ന് അറിയാത്ത ആളാ അബൂ ഹനീഫ ഇമാമ്. അള്ളാഹുവിന്റെ ആ അധികാരം, അത് സ്വയം അധികാരമുള്ളവനാണ് അവൻ, മറ്റൊരാൾ കൊടുത്തതല്ല. അതിന്റെ അർത്ഥം അള്ളാഹിന്റെ റസൂലിന് ഇവിടെ അധികാരം ഇല്ല എന്നല്ല, ഉണ്ട് എന്നാണ് പഠിക്കേണ്ടി. അതാണ് എല്ലാത്തിന്റെ അധികാരം എനിക്കുണ്ടെന്ന് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശഫാഅത്തിന്റെ അധികാരം എനിക്ക് നൽകപ്പെട്ടു എന്ന് അഷ്റഫുൽ വറാ റസൂലുള്ളാഹ്.
ഇതൊക്കെ തള്ളിക്കളഞ്ഞിട്ട് ഈ മോനാന്നും പറഞ്ഞ് ബാധിച്ചു വന്ന ചെങ്ങായി ഉണ്ടല്ലോ, അയാൾ പറയാണ് അല്ലല്ലാത്ത ഒരാളെ കുറിച്ചും അഹ്ലുസുന്ന വിശ്വസിക്കുന്നില്ല. ഇന്നലെ APLക്ക് ബാക്കിൽ കിട്ടി. കാരണം അവിടെ ഉണ്ടായിരുന്നു, ചെങ്ങായി ഉണ്ടായിരുന്നു. ഉസ്താദ് അങ്ങോട്ട് പാടാൻ തുടങ്ങി. ഇമാം അബൂ ഹനീഫ പാടുകയാണ്, യാ മാലിക് യാ ബൈത്ത് ഇങ്ങനെ പാടിയിട്ട് ഉസ്താദ് പറയാ, ചില സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുന്നവർ, അവര് അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്നവർ ഉണ്ട്. അവർക്ക് അയലാ ഹദറത്ത് അഹ്മദ് റിള അന്നേ മറുപടി കൊടുത്തിട്ടുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മാലിക് തന്നെയാണ് എന്ന് അഹ്മദ് റിള പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഉറുദൊക്കെ ഉദ്ധരിച്ച് പോയി പറയുന്നുണ്ട്. അവിടെ ഒന്നും മൂപ്പർ നിന്നിട്ടില്ല, ഒന്നുകൂടി അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അവിടേക്ക് പോയി തരാം. ഞങ്ങൾ നിങ്ങളെ അടിയന്തരം കഴിച്ചിട്ടേ നിൽക്കുള്ളത്. നിങ്ങളൊരു ഇന്റർവ്യൂ പുറത്തിറക്കിയിട്ട് മോനും എന്നാ ചങ്ങായിക്ക് ബാക്കിലിരുന്ന് എഴുതിയെടുത്തൂടെ? AP ഉസ്താദ് യാ മാലിക് എന്ന് പാടിക്കൊടുക്കുമ്പോ ഈ ഹയവാൻ എന്താ പണി? അതൊന്ന് എഴുതിയെടുത്തൂടെ? നാല് എഴുതിയെടുത്തിട്ട് പഠിച്ചിട്ട് അതൊന്നും ഇത് ആരെക്കുറിച്ചായി പറഞ്ഞത് എന്ന് ഓർക്കണില്ല. അപ്പൊ ഉസ്താദ് ഇന്നലെ ഏറ്റവും ലേറ്റസ്റ്റ്, അതായത് ഇന്റർവ്യൂ ഒക്കെ വന്നതിന് ശേഷമുള്ള ഇന്നലല്ലേ പരിപാടി നടന്നത്, ഇന്നലത്തെ ക്ലിപ്പ് കേട്ടോളി. പറഞ്ഞിട്ടുള്ള കവിതകൾ യാ മാലികി കുൻ ശാഫിഈ ഫീ ഫാഖത്തി ഇന്നി ഫഖീറുൻ എന്ന് പറഞ്ഞിട്ട് ഇമാമുൽ ആദം പറഞ്ഞ എഴുത്തിലുണ്ട്. യാ മാലികി, എന്റെ മാലിക്കായ റസൂലേ, അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ മാലിക്കാണ് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ കീഴിലാണ് ഞാൻ എന്റെ മാലിക്കായ എന്റെ ഉടമസ്ഥനായ നബിയെ എന്ന് വിളിച്ചതിനെ സംബന്ധിച്ച് ചില വിദഗ്ധത്തുകാർ വളരെ അധികം ആക്ഷേപിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിന്ദിക്കുന്ന കൂട്ടർ സംസാരിച്ച സമയത്ത് അതിന് മറുപടിയായി ബഹുമാനപ്പെട്ട അഹ്മദ് റഹ്മത്തുള്ളാഹി പറഞ്ഞു, മൈ മാലിക് ഹി കഹൂംഗാ, റസൂലുള്ളാഹിയെ സംബന്ധിച്ച് മാലിക് എന്ന് മാത്രം ഞാൻ പറയും എന്ന് പറഞ്ഞിട്ട് ഉപ്പാട് ഹബീബും മഹബൂബ് നല്ല പണിയാ കൊടുത്തു ഉസ്താദെ. ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാം നമുക്ക്. അതിന് മാത്രം ഉണ്ട്. കാരണം എന്താ, ഒരു ധൈര്യമാണല്ലോ മുമ്പ് കാണിച്ച്. ഈ ചങ്ങാതിയായ നീൽവാദിനെ ഇരുത്തിയിട്ടാണ് ബിദ്അത്തുകാർ അങ്ങേയറ്റം വിമർശിക്കുന്ന വിഷയമാണ് നിന്ദിക്കുന്ന ആളുകൾ. ആരെ നിന്ദിക്കുന്ന? മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാലിക് എന്ന് യാ മാലിക് എന്ന് പാടിയപ്പോ അതിനെ വിമർശിച്ചവർക്ക് അയലാ ഹദറത്ത് തങ്ങൾ മറുപടി നൽകി, മാലിക് എന്ന് ഞാൻ പറയുക എന്ന് ചെയ്യും അഹ്മദ് റിള റളിയല്ലാഹു അൻഹു. അപ്പൊ ഇത് എന്നുള്ള സംഭവ? മാലിക് എന്ന് പറയരുത് എന്ന് ഏതെങ്കിലും ഒരുത്തം വന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നയുടെ ആളുകൾ ഇടപെട്ട് പറയണം. കാരണം ലോകത്തിന്റെ മാലിക്കാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. എങ്ങനെയുണ്ട് വാപ്പയും മോനും ഉസാറില്ലേ? ബാപ്പന്റെ അതേ അഭിപ്രായത്തിലാ മോള്. അപ്പൊ യാ മാലികി, എന്റെ ഉടമസ്ഥൻ, എന്റെ ഉടമക്കാരാ. ഇത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബൂ ഹനീഫ ഇമാം വിളിച്ചു. അത് തുടർന്ന് പറഞ്ഞു അയലാ ഹദറത്ത്. അത് AP ഉസ്താദ് ആവർത്തിച്ചു പറയുന്നു. ഈ നിയൽവാദിയുടെ വാദപ്രകാരം ആ വിളി തൗഹീദിനെതിരാ. നിയൽവാദി പറഞ്ഞു ലഹുൽ മുൽക്ക് എന്നാ, ഓന് മാത്രമേ ഉള്ളൂ, അല്ലല്ലാത്ത ഒരാളെ കുറിച്ചും മാലിക് ഉടമക്കാരെന്ന് പറയാൻ പാടില്ല. പറഞ്ഞാൽ തൗഹീദിനെതിരാന്നാണല്ലോ ഈ പറയണത്. അപ്പൊ AP ഉസ്താദ് തൗഹീദിനെതിരെ. എന്തിനാപ്പ ഈ മോൻ ഉണ്ടായതാവും? ബാപ്പനെ കാഫിറാക്കാൻ വേണ്ടി മോൻ ഉണ്ടായിട്ട് എന്താ കാര്യം? എന്നാ ഇനിയിപ്പോ അവിടെ നിന്നില്ലട്ടോ, ഒന്നും കൂടി കയറി അയലാദരത്തിനടുത്ത്. അതുകൊണ്ട് ഒന്നുകൂടി കയറി പറഞ്ഞു. എന്താ പറഞ്ഞറിയോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ ഹബീബാ. അലാവാന ഹബീബുല്ലാ. ഹബീബ് ആകുമ്പോ പിന്നെ എവിടെ എത്തുന്നറിയോ?
ഞാന് ഇയ്യെന്നൊന്നും പറയേണ്ടി ഉണ്ടാവൂല. പിന്നെ അവിടെ പിന്നെ അതങ്ങോട്ട് ആ ഞാന് ഇയ്യെന്നൊന്നും പറയാത്തൊരവസ്ഥയിലേക്ക് എന്താണോ റസൂലിന്റെ ആവശ്യം അത് അള്ളാന്റെ എന്താണ് ആവശ്യം റസൂല് അങ്ങനെ അങ്ങോട്ടായി പോവും. അത് നമ്മളായിരുന്നു പറഞ്ഞതെങ്കിൽ അപ്പൊ വന്നിരുന്നു ശിർക്ക് കുഫ്റ് അള്ളാനെ റസൂലാക്കി റസൂലിനെ അള്ളാക്കി ഇതൊക്കെ മൊയിലേരനെ പറഞ്ഞുകൊണ്ട് നന്നായി. ആ പറഞ്ഞത് അതിന്റെ കറക്റ്റ് ആ മൊയിലേരനെ പറഞ്ഞോട്ടെ. महबूब के दरमियान मेरा तेरा नहीं ഹബീബിന്റെ മഹബൂബിന്റെ ഇടയിൽ ഞാൻ നീ നീ എന്ന് പറയുന്ന വാക്ക് പോലും പറയേണ്ടതില്ല എന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ ഹബീബാണ് മുത്ത് റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബാകുമ്പോ അള്ളാഹ് മെഹബൂബായി. ഹബീബിന്റെയും മെഹബൂബിന്റെ ഇടയില് ഞാന് നീ എന്ന് പോലും പറയേണ്ട ആവശ്യമില്ല. പിന്നെയോ അതൊരൊറ്റ ഒന്നാണ്. അതാ ഞാൻ പറഞ്ഞു ഇനി മുമ്പ് പ്രസംഗം ചെയ്യില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം നിയൽവാദത്തെ ഇവരുടെ ബിദ്അത്തിനെ ഉസ്താദ് അവറുകൾ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു. അയാളെ ഇരുത്തിയിട്ട് തന്നെ ഇനി എന്തിനാണോ ഇന്റർവ്യൂ എഴുതിയിട്ട് പഠിക്കുന്നത്? അതുകൊണ്ട് അള്ളാഹും റസൂലും ഒന്നായി എന്നാണോ? നിങ്ങൾ ഉത്തരം പറയ്. നീ ഞാനെന്നൊന്നും പറയണ്ട. കാരണം എന്താ? ഹബീബിന് എന്താണോ ഇഷ്ടം അതാ മെഹബൂബിന്റെ ഇഷ്ടം, മെഹബൂബിന് എന്താണോ ഇഷ്ടം അതാണ് ഹബീബിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒന്നായി ഒന്നിൽ ഇറങ്ങി എന്നൊന്നും ആരും അതിന് അർത്ഥം വെക്കൂല. അന്തല്ലാത്തോലല്ലാതെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽഖാണ്, അല്ലാഹ് ഖാലിഖാ. രണ്ടും ഒന്നായി എന്നല്ല. എന്താണോ റസൂല് പറഞ്ഞ് അത് നടപ്പിലാക്കി കൊടുക്കും അല്ലാഹ്. അല്ലെന്താണോ പറഞ്ഞ് ആ റസൂലും നടപ്പിലാക്കും. അവിടെ നീ ഞാൻ എന്ന പ്രയോഗത്തിന് പോലും അർത്ഥമില്ല. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. നമ്മൾ പറഞ്ഞതിനൊക്കെ മുകളിൽ പോയി. മാലിക്കുൽ മുൽക്കിന്റെ അപ്പുറത്ത് പോയി, മുദബ്ബിറുൽ ആലമിന്റെ അപ്പുറത്ത് പോയി. എല്ലാത്തിന്റെ ടോപ്പില് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് എന്ന് തുറന്നു പറഞ്ഞ് നിയൽവാദിയെ കൊണ്ട് എഴുതിപ്പിച്ച ഉസ്താദേ നിങ്ങൾ നല്ലൊരു പണിയാ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാവിയത്ത് സൂഫിയിൽ വരാം. കാരണം അത് പഠിപ്പിക്കുന്ന സ്ഥലമാണ് നമ്മളെ സ്ഥലം. മെഹബൂബും ഹബീബൊക്കെ ശൈഖുന പറയുന്ന ഇങ്ങനെ കേൾക്കണം. അതിന്റെ ഭംഗി നിങ്ങളെ വിധി പറയിട്ടോ. ഞാന് നീ ഒന്നൊന്നും ഇല്ലാന്നാ മൊയിലേര് പറയണ്. അപ്പൊ അവിടെ ഹുലൂലുത്തിഹാദ് വരുമോ, ശിർക്ക് വരുമോ, കുഫ്ർ വരുമോ? ഇരീസ് മൗലവി ഒരു എപ്പിസോഡിന്റെ വകുപ്പുണ്ട്. എ പി മൊയിലേർക്കെതിരെ ഒരു എപ്പിസോഡ്. ദാ മെഹബൂബും ഹബീബൊക്കെ ഒന്നായിട്ടുണ്ട്, ഖൽക്കും ഖാലിക്കും ഒന്നായിട്ടുണ്ട്. ഞങ്ങളിതാ വേരിയടോകള് യൂട്യൂബർമാരെല്ലാരും കൂടി മൊയിലേർക്ക് വേണ്ടി ആ വിഷയത്തിൽ എ പി ഉസ്താദിനെതിരെ നിങ്ങളൊരു ഗണന നടത്തിയാൽ എ പി ഉസ്താദ് പറഞ്ഞത് സ്ഥാപിക്കാൻ ശൈഖുനയുടെ മക്കളായ ഞങ്ങളുണ്ടാകും. ഉസ്താദ് പറഞ്ഞാൽ ഞങ്ങൾ തെളി. മുദബ്ബിറുൽ ആല അതല്ല ഉണ്ടായത്. ഞങ്ങളെ ശൈഖുന അതാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ നിങ്ങളെ ഇന്റർവ്യൂ? നിങ്ങൾ 4 വാപ്പി മോനുമായി അത് തീരുന്ന മനസ്സിലാക്കിയത്. നിങ്ങൾ കൊണ്ട് ഈ മോൻ വാപ്പ പറഞ്ഞു മെഹബൂബും ഹബീബുമാണ്. ഞാൻ ഈ എന്നുള്ളതിന് തന്നെ അവിടെ സ്ഥാനമല്ല. മാലിക്കാണ്, ലോകത്തിന്റെ ഉടമക്കാരനാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. മാലിക് ഖാലിഖ് ഒക്കെ ഒരേ രൂപത്തിൽ പോണ സംഭവ. ആകെ ഇയാളെ തേച്ചൊട്ടിച്ച് കഴിഞ്ഞ് മൊത്തം. ഇയാളെ ഇടയുള്ളത് ഇപ്പറഞ്ഞ മോനയുടെ ഉള്ളത്. ബാപ്പ ഹബീബും മെഹബൂബും ഒന്നാന്ന് പറഞ്ഞേ അവിടെ എത്തിച്ചിന്. ഇയാളെ ഇടയുള്ളത് കഴിവുകെട്ട ബാപ്പയെ പോലെ എന്നാണ് ഹബീബായ മുത്ത് റസൂല് സ്വല്ലല്ലാഹു. എത്ര വ്യത്യാസം! അജവും ഗജവും എന്നൊന്നും പറഞ്ഞാൽ പോരാ. ബാപ്പി മോനും തമ്മിൽ മശരിക്ക് മഗ്രിബിന്റെ വ്യത്യാസം അതിന്റെ അപ്പുറം ഉണ്ടാവും. മോൻ പറഞ്ഞ പൊട്ടത്തരന്ന് കേട്ടോളഞ്ഞി. ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ, ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു, ബാപ്പ എനിക്കൊരു വീടുണ്ടാക്കി തരണം. കല്ല് പൊക്കാൻ അയാളെ കൊണ്ട് കഴിയൂല, മരെടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല, അയാൾക്ക് ആശാരിപ്പണി അറിയില്ല, അതേ പടവിന്റെ പണി അറിയില്ല. അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ നബി തങ്ങളോട് പറയാണ്, ഓ നബിയെ തങ്ങൾ വീട്ടിൽ തരാൻ, അതായത് അല്ലാഹു എന്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിന്റെ അർത്ഥം. അവിടെ എന്നും വായിക്കാം, എന്റെ ആവശ്യം നിർവഹിച്ചു കിട്ടാൻ വേണ്ടി. ഇത് പറഞ്ഞതിന് ശേഷം അതാണ് നബിതങ്ങളോടുള്ള ഇസ്തിഗാഥ. മുഹമ്മദുർ റസൂലുള്ളാഹ്
എത്ര വ്യത്യാസമാണ്. ഒരിക്കലും ബാപ്പയും മോനും പോയിട്ട് ഒരു നിലക്കും അയാളെ ഒപ്പിക്കാൻ പറ്റൂല. കുരുത്തം കെട്ട ശിഷ്യനായിട്ട് വേണമെങ്കിൽ എണ്ണാം. ഏതുപോലെ ചാലിലകത്തിന്റെ ശിഷ്യനായിരുന്നു KM മൗലവി. അതിനോട് വേണമെങ്കിൽ നമുക്കൊന്ന് ഒപ്പിച്ചു പറഞ്ഞു നോക്കാം. AP ഉസ്താദിന്റെ വൃത്തികെട്ട കുരുത്തം കെട്ട ശിഷ്യനായി നെയൽവാദി വന്നു. ആദർശ ശുദ്ധിയില്ലാതെ പിന്നെ എന്ത് വാപ്പാ? അതല്ലേ ലോകത്തിവിടെ സംഭവിച്ചത്. മാത്രമല്ല AP ഉസ്താദ് അന്ന് ശംസുലമയെ പോലെയുള്ള ഗുരുവര്യന്മാരെ ധിക്കരിച്ച് ഇറങ്ങിപ്പോകുന്നൊരു സംഭവം ഉണ്ടായല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ഈ ശിഷ്യനെ കിട്ടിയതായിക്കാരം ഉസ്താദിന് ദുന്യാവിൽ കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷ. ഈ ചങ്ങായിനെ ശിഷ്യനായി കിട്ടി എന്നുള്ളതാണ്. വലിയ നാശല്ലേ അതുകൊണ്ടുണ്ടായത്. ആ ഉസ്താദിനെ തന്നെ പറയിപ്പിച്ചില്ലേ എന്തൊക്കെ ചെയ്തുകൂടെ.